ശരി ഒരു നല്ലൊരു ഇൻ്റർവെൻഷനാണ്. സ്പെഷ്യലി ഈ കോവിഡ് സമയത്ത് കുട്ടികൾ കൂടുതലായിട്ട് മൊബൈലും ഗാഡ്ജറ്റ്സുമായിട്ട് അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞു. നമ്മൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടില്ല, എന്തായാലും ഗാഡ്ജറ്റ്സ് അവരുടെ ലൈഫിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിരി എന്ന് പറഞ്ഞ ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് സിസ്റ്റം ഫോർ ചിൽഡ്രൻ 9497900200 പറയുന്നതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ. അപ്പോൾ ഈ നമ്പറിലേക്ക് കോൾസ് വരിക. ഈ കോൾസ് വരുന്നത് വിവിധ കാറ്റഗറീസിൽ ഉണ്ടാവാം. അപ്പോൾ ശരിക്കും ഒരു കൗൺസിലിംഗ് ഒക്കെ ആവശ്യം വരുമ്പോൾ നമ്മുടെ തന്നെ പോലീസിൽ ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്, അവിടെ നമ്മൾ സജസ്റ്റ് ചെയ്യും. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ 6 ജില്ലകളിലുണ്ട്. ഈ വർഷം ആക്ച്വലി ഗവൺമെന്റിൽ നിന്ന് നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 8 ജില്ലകളിലും ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. അതായത് 14 ജില്ലകളിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് പോലീസ് തന്നെ ഒരു സൈക്കോളജിസ്റ്റും കേസ് വർക്കറുമായിട്ട് ഒരു ടീം പ്ലസ് പോലീസ് ഓഫീസേഴ്സുമായിട്ടുള്ള ഒരു ടീമാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സിലുള്ളത്. അപ്പോൾ ഈ കൗൺസിലിംഗ് മെക്കാനിസം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികൾ വരുന്ന കോൾ മെന്റൽ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട കോൾസ് ആണെങ്കിൽ, അതേപോലെ തന്നെ പേരൻസിന്റെ ഭാഗത്തുനിന്ന് കുറേ കോൾസ് ഈ നമ്പറിലേക്ക് വരാറുണ്ട്. കുട്ടി മൊബൈലിൽ കൂടുതൽ അഡിക്റ്റഡ് ആണ്, ഗാഡ്ജറ്റ്സുമായിട്ട് അഡിക്റ്റഡ് ആണ്. സപ്പോസ് അത് ഭയങ്കര നിർബന്ധം പിടിക്കുന്നു, വാശി പിടിക്കുന്നു, ചിലപ്പോൾ അത് തന്നെ വയലൻസിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഈ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലേക്ക് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലേക്ക് റെഫർ ചെയ്യുമ്പോൾ അവിടെ ആക്ച്വലി ഇവർക്കൊരു നല്ലൊരു കൗൺസിലിംഗ് മാത്രമല്ല, ഒരു തെറപ്പി പോലത്തെ ഒരു പ്രോഗ്രാമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചിരിയും ഈ പറയുന്ന സപ്പോർട്ട് സിസ്റ്റംസും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറഞ്ഞ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ അവിടെ കുറേ പിയർ മെന്റേഴ്സും മെന്ററിംഗ് സിസ്റ്റം ഉണ്ട്. ആ മെന്റേഴ്സ്ക്കും അവരുടെ ഡേറ്റാബേസ് നമ്മുടെ ചിരി ഹെൽപ്പ് ലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ വരുന്ന കുട്ടികൾക്ക് ആക്ച്വലി ഒരു ഗൈഡൻസ് ആണ് വേണ്ടത്. 1-2 സെഷൻ കഴിയുമ്പോൾ നമുക്ക് ഒരു ഗൈഡ് ചെയ്യാൻ ഒരു പുറത്തുനിന്ന് ഒരാളിനെ നമുക്ക് അവിടെ വിനിയോഗിക്കുമ്പോൾ അവരുടെ അഡ്വൈസ് കിട്ടുമ്പോൾ പല കുട്ടികളുടെ ലൈഫിലും ഒരു ചേഞ്ച് വരാറുണ്ട്. അപ്പോൾ ഈ പിയർ മെന്റേഴ്സും ഉപയോഗിച്ചിട്ട് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്സിൽ അലുമിനി ആവാം, സ്കൂളിൽ തന്നെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാവാം, സീനിയേഴ്സ് ആവാം, അതുപോലെ സമൂഹത്തിൽ നല്ലൊരു നിലയിൽ നിൽക്കുന്ന വേറെ പല സ്ട്രീംസിലുള്ള വ്യക്തികളുടെയും നമ്പേഴ്സാണ് നമ്മൾ ഈ മെൻറ്റേഴ്സായിട്ട് ORCയിൽ എൻറോൾ ചെയ്തിട്ടുള്ള ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്കും ഈ മെൻറ്ററിങ് ഈ കുട്ടികൾക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്.